ഒരു ഡെലിവറി ഉണ്ടായാലും ഇവിടെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞേ. ഇവിടുന്ന് വിളിച്ചിട്ട് നേരത്തെ ആരോ ഇവിടുത്തെ ഇതാന്ന് ശരണ്യല്ലേ വീട്, ഇത് ഇവിടത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു. അറിയൂല, ഇവിടത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ അറിയൂല? എന്തായാലും എന്നാ ചെയ്തേ? ഒരു 2200 റുപ്യ ഉണ്ടാവും. ഓട് തിരിച്ചെടുക്കാനാവുന്നില്ല. ഇല്ല, ഇത് തിരിച്ചെടുക്കാനാവൂല. ഇനി നിങ്ങളുടെ അടുത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ശരിയായിച്ച്. ഞാൻ അങ്ങനെ വന്നിട്ട് വല്ല പെണ്ണുങ്ങളാ വിളിച്ചേ, ആണുങ്ങളല്ല. എന്തെങ്കിലും ആക്കി തന്നേ. 2200 റുപ്യ തന്നെ വലിയ പൈസ. നമ്മളെ ഷർട്ട് കൊടയുമ്പോ ചിലപ്പം വീണ് നോക്കുന്നുണ്ട് 2200. ഇത് ഇവിടെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞ ഒരു പൈസ ഇനി വീഡിയോ എടുത്താൽ നമുക്ക് ഓണർ കാണിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ പൈസ എടുത്തില്ലേ ഓണർ കാണിച്ചു കൊടുക്കണ്ടേ? അല്ല, ഇതുവരെ പെണ്ണുങ്ങളെ നമ്മളെ വിളിച്ചതാട്ടാ, എന്നിട്ട് ഇവിടെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞ. പിന്നെ ഇതെന്തിനാ ഇവിടെ ഓർഡർ ചെയ്തേ? എന്നാ പൈസ ഇതിപ്പോ തിരിച്ചെടുക്കാനാവൂല. ഇതിൽ പേരിലെഴുതിപ്പോയി ശരണ്യാന്നല്ല മതി. നിങ്ങൾ പൈസ തമാശ കളിക്കല്ല, നിങ്ങളെ നമ്മളെ ഇതാക്കല്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഇവിടെ അഡ്രസ്സിലെത്തി 2200 റുപ്യ തന്നെ ചില്ലറ പൈസ അല്ലേ? എന്തെങ്കിലും ആക്കേച്ചി നിങ്ങൾക്ക് തന്നൂട്, തമാശ കളിക്കല്ല. ഇവിടെ ഞാൻ ഭക്ഷണത്തിനൊന്നല്ലേ ചോദിച്ചു, ഇവിടെ ഒന്നും ഇല്ലേറ്റാന്ന് പറഞ്ഞാല് ഇവിടെ ഒന്നും ഇല്ലേ? അല്ലേ പെണ്ണുങ്ങളെ വിളിച്ചേ ഇവരാ തരുവാൻ തീരെ മടി കാണിക്കുന്നത്. ചേച്ചീനെ എടുത്തോ, ഇവർ ചിരിക്കുന്ന ഇവിടുന്ന്. നിങ്ങൾ ചിരിക്കേണ്ട ആവശ്യം എന്താ? പൈസ അങ്ങനെ വന്നിട്ട് ആ ചേച്ചീനെ എടുത്തോളാം കേട്ടാ. നിങ്ങള് ഹാപ്പി ബർത്ത്ഡേ പൊട്ടത്തിയാക്കി വെച്ചു തരാം. അതുൽ രാജ് ഒരു ടോപ്പ്, പിന്നെ ഒരു 2 സാധനം ഉണ്ട്. ഇത് ആരല്ല തന്നെന്നുള്ളത് അവിടെ ട്വിസ്റ്റ് വരുന്നത്. ആരായി തന്നിട്ടുണ്ടാവാ? അച്ഛല്ല. അച്ഛൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ല. ആ രന്യ ആരാ? രന്യൊന്നും തരുവാനായി കേസില്ല അല്ലേ? രന്യൊന്നും തരുവെന്നില്ല എന്നാ ഇവർ പറയുന്നത്. ഈ ഫോട്ടോ ആദ്യം ഫ്രെയിം ചെയ്യാൻ പറഞ്ഞു. ശിവാനിയോ ഒന്നല്ലേ? പിന്നെ 2ാമത്തെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറഞ്ഞ ഇതാ. അപ്പൊ ഇതാണ് ആള്. അതന്നെ രന്യ. രന്യ ഓളാ അല്ല, ഓളെ ഫ്രണ്ടാ. ഫ്രണ്ട്ഷിപ്പ് ദാ മുഖ്യം ബിഗില് തന്നെ. രന്യാന്ന് അറിഞ്ഞ ചോറ് അപ്പോൾ ഷോക്കായി പോയി. ഇങ്ങോട്ട് നോക്കിക്കാരാ, എന്നാ കണ്ടോട്ടെ, നമുക്ക് വയറിലാകാനും കുറച്ച് ഈ നോക്കിക്കാരാ. എന്തായാലും ഇതുപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് കാലാകാലം പോട്ടെ. എത്ര തരത്തിലാ? 50-ാമത്താ 30 തുറന്നു പറഞ്ഞു കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു.